നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചാമക്കാലം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം മമ്മൂട്ടിക്ക് ക്യാൻസറാണ് ഇതും പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് എല്ലാ ദിവസവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്, മറ്റുള്ള ചാനലുകളൊന്നും അധികം ഇതിനെപ്പറ്റി പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഈ യൂട്യൂബിൽ വരുന്ന വാർത്തകൾ ഇങ്ങനെ ഈ കൂടുതൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബറും കൂട്ടാനുള്ള അതേപോലുള്ള വാർത്തകളിൽ കൂടി കൂടുതലും ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് എല്ലാവരോടും പറയാനുള്ളത്, ഇത് എന്താണ് സംഭവം എന്ന് ഇത് ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ഇതിൽ കുറേ ചാനലുകാർ സിനിമയുടെ ഒരു കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചിട്ട്, മറ്റേ മോഹൻലാൽ പണ്ട് ഏതോ ഒരു ചാനലിനോട് ചോദിച്ചില്ലേ, നാണമില്ലേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാൻ, അതൊക്കെ വെച്ചിട്ട് അതിൽ കൂടെ അത് ആദ്യം മോഹൻലാൽ ചോദിക്കണത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയും മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ചാനലുകാർ ഓരോ യൂട്യൂബേഴ്സ് എടുത്ത് കണ്ട് ഇങ്ങനെ. എന്ന് വെച്ചാൽ അവർ അവരുടെ റേറ്റിങ്ങിന് അവർ നോക്കുന്നത്, ബാക്കിയുള്ളവർ എന്താണെന്നുള്ളത് ആരും ചിന്തിക്കണില്ല. ആ ഒരു നല്ല മനുഷ്യൻ അസുഖമൊന്നുമില്ലാതെ തിരിച്ചു വരട്ടെ എന്നല്ല, പക്ഷെ അയാൾ എങ്ങനെയെങ്കിലും അയാളുടെ ഒരു വിഷയം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറിവിളി, ഫാൻസിൻ്റെ വക വേറെ, മതപരമായിട്ട് വേറെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ പ്രശ്നങ്ങൾ. മമ്മൂക്കാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഇപ്പോൾ പത്രത്തിലും വന്നില്ല, ഇങ്ങനെ ഒരു ചെറിയൊരു എന്തോ ഇത് കാണിച്ചു. അതൊക്കെ ചെറിയൊരു വിഷയമാണെങ്കിലും പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. സെലിബ്രിറ്റി ആയതുകൊണ്ട് ആരും കുറ്റപ്പെടുത്താനും പറ്റില്ല. അവർക്ക് എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ചാനലുകളും ആഘോഷിക്കും. കാര്യം എന്താ വെച്ചാൽ സത്യാവസ്ഥയൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ സലീം കുമാർക്ക് എത്ര പ്രാവശ്യം മരിച്ച ആൾക്കാരാണ്. അതാണ് സോഷ്യൽ മീഡിയ. ഇത് നല്ലതിനും പറ്റും, കൊളരാത്രത്തിനും പറ്റും. അത് രണ്ടും കൂടിയതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആരെയും വായടപ്പിക്കാനും പറ്റില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തെറി പറയും. അത് കഴിയുമ്പോൾ മമ്മൂക്ക വന്ന് അടിപൊളിയായിട്ട് സിനിമ അഭിനയിച്ച് പോവും. തെറി വിളിച്ചവരൊക്കെ അവിടെ ഇരിക്കും. ഞാൻ പറയണത്, മമ്മൂക്കൊന്നും ഇതിന് പ്രതികരിക്കാനും പോകരുത്, ദുൽഖറായാലും ഇതിന് പ്രതികരിക്കാൻ പോകരുത്. അത് നിങ്ങളെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും സോഷ്യൽ മീഡിയ ആഘോഷിക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ വേറൊന്നാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ അത് കൂടെ വീണ്ടും ഉണ്ടാവും. അപ്പം അതിലും ഒന്നും ഉണ്ടാതിരിക്കുക. നിങ്ങളെ കാര്യം നോക്കുക. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നല്ല ചികിത്സ നേടാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ അത് നിങ്ങളത് ചെയ്യുക. അല്ലാതെ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാനും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനും പോയി കഴിഞ്ഞാൽ മമ്മൂക്ക അങ്ങനെയുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ചും അതിപ്പോൾ അത് ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണ് ബുദ്ധിയുള്ളവരെല്ലാവരും ചെയ്യുക. ഇപ്പം ഇത്രയും നേരമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആഘോഷിക്കും, അവിടെ നിന്ന് ഇവിടെ നിന്നും കണക്ട് ചെയ്ത് അതിനിടയിൽ ഷാജൻ സക്കറിയനെ തെറി പറയുന്ന കുറേ വീഡിയോ അങ്ങനത്തെ കണ്ടു. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ആൾക്കാർക്കൊന്നും ഒരു പണിയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഓരോന്ന് എഴുതി പിടിപ്പിക്കുക. എന്താ വെച്ചാൽ നമ്മളൊക്കെ ഈ പറയണത് നമ്മൾ സത്യമായ കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്കിത് ഒന്നും എഴുതി പിടിപ്പിക്കാനും അറിയില്ല, സത്യാവസ്ഥ എന്താണെന്നും അറിയില്ല. മനസ്സിലായോ? പക്ഷെ ഞാൻ ചോദിക്കണത്, ഇത് ചില ചാനലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദുൽഖറൊക്കെ എവിടെ എന്തോ പണ്ടെങ്ങാണ്ട് ഏതോ ചെയ്തൊരു ലൈവാണ്. ആ ലൈവിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് മുന്നേ തുടങ്ങണ്, ദുൽഖർ സൽമാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതെന്തിനാടോ ഇതൊക്കെ? ഒരു മനുഷ്യൻ അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആളിൽ പൈസ ഉണ്ട്, ആളെവിടെയെന്ന് വെച്ചാൽ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി അതിനെ ചികിത്സിച്ച് ഭേദാക്കാനുള്ള കഴിവ് ആൾക്കുണ്ട്. ആൾ ചെയ്തോളും. അയാൾക്ക് വേണ്ടി ഒരു നേരെങ്കിലും അയാൾക്ക് നമ്മളിഷ്ടപ്പെടുന്ന ഒരു ഇക്കായതുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ വെറുതെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ? പുള്ളി ഇനിയും വലിയ വലിയ സിനിമകളിലൊക്കെ എത്തട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ചുമ്മാ കിടന്ന് കണ്ടിട്ട് ആൾക്ക് അതാണ് ഇതാണ്. പിന്നെ ഓരോ
ഇപ്പം ഇന്ന് ഷാജൻ സക്രിയയുടെ ഒരു ഇത് കണ്ടായിരുന്നു, ഇനി നൊയമ്പ് കഴിഞ്ഞാലും മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കില്ല. ഇയാളോട് ആരോ പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കില്ല? അത് ഒരു ഇൻഫർമേഷൻ കിട്ടാതെ വന്ന് കത്തിക്കുന്നത് ഇരുന്നിട്ടേ, ഇതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അവരുടെ ചാനൽ ഇങ്ങനെ കൊഴുക്കുമല്ലോ. എന്തെങ്കിലും ഒരു തമ്പനയിൽ വയ്ക്കുക, എന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു തമ്പനയിൽ എടുത്ത് വയ്ക്കും. ആ തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ ആരും ക്ലിക്ക് ചെയ്യുമല്ലോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു വാർത്തയും ഇതേവരെ വന്നിട്ടില്ല. ആ വാർത്ത വരാത്തടത്തോളം കാലം ഞാനിത് വിശ്വസിക്കില്ല, ഷുവർ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദാക്കാവുന്നതായിരിക്കും. അല്ലാതെ ഇത്രയും വലിയ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ മാത്രം എന്താണ് ഇപ്പം ഇത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുള്ളിയുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ന്യൂസ് പുറത്തു വിട്ടാൽ ഇല്ലല്ലോ. പിന്നെ വെറുതെ ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ റൈറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞ് ഒരാളെ ഇതാക്കണത് ശരിയല്ല. അതാരായാലും ശരി, മമ്മൂക്കാന്നല്ല, ഏതൊരാളെയും നല്ലൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അയാളെ വെറുതെ രണ്ട് ചേരി തിരിഞ്ഞ് അതിന് മതവും അതും ഇതൊക്കെ കുത്തിക്കയറ്റി, ഇതൊക്കെ എന്തിനാ വെറുതെ? എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ. നമ്മളിത് പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇതിൻ്റെ ഇടയിലൊന്നും കണ്ടിട്ട് കമൻറ്റും ചെയ്ത് കണ്ടിട്ട് ഇതാക്കണ്ട. കാര്യം ഞാൻ എൻ്റെ ഒരു ഇതുമാണ് പറഞ്ഞത്, എൻ്റെ ഒരു അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം. അല്ലാതെ ഇതിനകത്ത് വേറെ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് കണ്ടിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അയാൾക്ക് ഒന്നും ഉണ്ടാവില്ല. അയാൾ ഇനിയും ശക്തമായിട്ട് എൻ്റെ സിനിമയിൽ, മലയാള സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ എന്നായിട്ട് പുള്ളി ഉണ്ടാവും. പുള്ളി മാത്രമല്ല, ഇവരെല്ലാവരും ഇനിയും കാലങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയാണ്. അപ്പോൾ മമ്മൂക്ക ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.